നമുക്കൊരു കാശ്മീരി ചിക്കൻ ഉണ്ടാക്കിയാലോ, അന്നത്തെ സ്പെഷ്യല്. അപ്പൊ നമ്മൾ എന്തൊക്കെ എടുത്തോ നോക്കിയേ. ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ചുവന്നുള്ളി, ഇത്ര ഐറ്റം എടുത്തിട്ടുണ്ട് കേട്ടാ നമ്മള്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ വറ്റൽ മുളക് വെള്ളത്തിലിട്ട് കുതിർത്തത്. ഒരു 10-20 എണ്ണം എടുക്കാം. 1 കിലോ ചിക്കന് ഒരു 10-20 എണ്ണം കൊണ്ട് എടുക്കാം. ഇനി നമുക്കതൊന്ന് മിക്സിയിലിട്ട് അരച്ചങ്ങോട്ട് എടുക്കാം. അപ്പൊ ഇഞ്ചി ഇട, വെളുത്തുള്ളി ഇട, തക്കാളി ഇട, മല്ലിയില ഇട, ചുവന്നുള്ളി ഇട. ഇതിന്റെ കൂട്ടത്തിൽ നമ്മുടെ സ്പെഷ്യൽ സാധനം വറ്റൽ മുളക് അരച്ചെടുക്കാം അല്ലേ. വാ, നല്ല സൂപ്പറായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. വായ വെച്ചിട്ട് നോക്കാം. ഓ, നല്ല എരിവുണ്ട് കേട്ടാ. അപ്പൊ ഇതിലോട്ട് നമുക്കിനി മല്ലിപ്പൊടി 2 സ്പൂൺ, മഞ്ഞപ്പൊടി 1 സ്പൂൺ, ഗരം മസാല നല്ല ഗരത്തിലിരിക്കട്ടെ. ഒന്നും കൂടെ ഞങ്ങൾ അരച്ചെടുക്കാം കേട്ടാ. അപ്പൊ അത് നല്ല അടിപൊളിയായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. അതിലേക്ക് ഉപ്പിടുക, ഇളക്കുക. അപ്പൊ നമ്മളെ ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് ഇതിലോട്ട് നമ്മള് അരച്ച മസാല കൊണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് ഒഴിക്കുക. ഇതങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. വെള്ളക്കെട്ട് അങ്ങോട്ട് വെള്ളക്കെട്ട്. നമുക്ക് ഈ ചിക്കൻ അങ്ങനെ ജിഗ് 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 എന്ന് പറഞ്ഞ് കുത്തി അങ്ങോട്ട് കൊടുക്കുക. വെറുതെ ഒരു രസത്തിന് മസാലയൊക്കെ ഒന്ന് പിടിക്കാനുണ്ടോ. നിങ്ങൾ ഇഷ്ടമുള്ള പോലെ കുത്തിക്കോ. നിങ്ങൾ ദേഷ്യം തീർക്കണവരങ്ങോട്ട് കുത്താം. എന്നിട്ട് ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ, ഒരു 1/2 മണിക്കൂർ. അപ്പോൾ നമ്മുടെ മാരിനേറ്റ് വെച്ച ചിക്കൻ ഓക്കെയാണ്. ഇനി ഇത് കുക്കറിലിട്ട് 2 വിസിൽ അങ്ങോട്ട് അടിക്കുക, നല്ല ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നിങ്ങൾക്ക് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, പക്ഷെ വെള്ളം ഇറങ്ങും, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വേവിക്കാം. കുക്കറിലിട്ട് വേവിച്ച ചിക്കൻ നമുക്ക് ഒന്ന് ചട്ടിയിലിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതാ ബട്ടർ ഇട്ടോ, ബട്ടർ അങ്ങോട്ട് ഇടുക. വിസിലൊക്കെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഈയിടെ ഇറങ്ങിയിട്ട് കേട്ടാ. ഞാനൊന്ന് സെറ്റാക്കി ഇടാം. ഇതൊരു 1.5 കറിയാണെന്ന് തോന്നണ ഗൈസ്. ചിക്കൻ അങ്ങനെ വെന്ത് പരിവായുണ്ട്. അതിന് പോരേണ്ടതിൻ്റെ നെയ്യൊക്കെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് പച്ചക്കശുവണ്ടി അരച്ചെടുത്തിട്ടുണ്ട്, അത് എനിക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പോരണമാണ് ചിക്കൻ. അപ്പോൾ ഇവനെ നോക്കാണ്ട് പറ്റിച്ച് നല്ലൊരു ഡ്രൈ പരുവത്തിൽ അങ്ങോട്ട് എടുക്കാം കേട്ടോ. നമ്മുടെ സാധനം അങ്ങോട്ട് റെഡി ആയിട്ട് കേട്ടോ. ഞങ്ങള് അടുത്തത് ഓഫ് ചെയ്തു. ഇനി ടേസ്റ്റിംഗ് ആണ് ബാക്കിയുള്ളത്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ ടേസ്റ്ററോടെ തന്നെ അങ്ങോട്ട് കഴിക്കാം. ഇതിൻ്റെ ലുക്ക് പോരാന്നാണ് പറയണേ. എന്നാൽ തന്നെ നമുക്ക് തന്നെ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യാം. കുഴപ്പമില്ല. സൂപ്പർ. അപ്പത്തേ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ ചിക്കൻ അങ്ങോട്ട് കൂട്ടിയിട്ട് ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ച എൻ്റെ സാറേ. ആ കശുവണ്ടിയുടെ ചിക്കൻ്റെ നെയ്യിൻ്റെയും ബട്ടറിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അയയ്ക്കുക. ഇനി വർത്തമാനം പറയാൻ വയ്യ, കൊതിയായിട്ട് വയ്യ, ഞാൻ തിന്നട്ടെ.